ശരി ശരി ഷഫീഖ്. ബിജീഷ് ഗോവിന്ദൻ കൂടി ചേരുന്നു. ബിജീഷ്, തളിപ്പറമ്പും പയ്യന്നൂരും എന്തായി? തളിപ്പറമ്പിൽ ടി കെ ഗോവിന്ദന്റെ ഭൂരിപക്ഷം 7200 മുകളിലേക്ക് എത്തിയിരിക്കുന്നു. തളിപ്പറമ്പ് നഗരസഭ മേഖലയിലേക്ക് വോട്ടെണ്ണൽ എത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ വട്ടിയൂർക്കാവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി 34 വോട്ടിന് മുന്നിൽ. ഓക്കെ, വട്ടിയൂർക്കാവിൽ ട്വിസ്റ്റ് ഉണ്ട്, വീണ്ടും ട്വിസ്റ്റ്. വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്ത് 34 വോട്ടിന് മുന്നിൽ വന്നിരിക്കുന്നു. കെ മുരളീധരൻ പിന്നിലാണ്. ഈ സർക്കാർ ഉണ്ടാക്കുമ്പോൾ അതിന് മന്ത്രിയാവുന്ന ഉറപ്പുള്ള ആളാണ്, പക്ഷെ അദ്ദേഹം പിന്നിൽ പോയിരിക്കുന്നു. പറയാൻ പറ്റില്ല, ഇനി വോട്ടെണ്ണുണ്ടല്ലോ. ബിജീഷ് തുടരും പ്ലീസ്. ധർമ്മടത്ത് പിണറായിയുടെ ഭൂരിപക്ഷം 3652 ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. 2 ഘട്ടങ്ങൾ, ഇപ്പൊ 7ഉം 8ഉം റൗണ്ടുകൾ പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് പിണറായി ലീഡ് ഉയർത്തിയിരിക്കുന്നത്. ഇത്രവരെ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള അബ്ദുൾ റഷീദ് ആയിരുന്നു മുന്നിൽ നിന്നത്. അതുപോലെ തന്നെ പയ്യന്നൂരിൽ ഇനി കേവലം 3 റൗണ്ടുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ ഘട്ടത്തിൽ 3600 പരം വോട്ടിന് വി കുഞ്ഞികൃഷ്ണൻ അവിടെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി UDFന്റെ ശക്തി കേന്ദ്രങ്ങളായ ചെറുപുഴ, പുളിങ്ങോ മേഖലകളാണ് എണ്ണാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ ജയിക്കാനുള്ള ഒരു സാധ്യത വർദ്ധിക്കുകയാണ്. ശരി ശരി. പയ്യന്നൂരും തളിപ്പറമ്പും വളരെ പ്രധാനപ്പെട്ട 2 സീറ്റുകളാണ് UDFനെ സംബന്ധിച്ച്, LDFനെ സംബന്ധിച്ച്. സൈഫ്, വട്ടിയൂർക്കാവ് മാറി മറിയുകയാണോ? ഇപ്പൊ വന്നിട്ടുള്ള ഈ 54 വോട്ടിന്റെ വ്യത്യാസം അത് വലുതാകുമോ അതോ പിന്നെയും മാറി മറിയുമോ? ട്വിസ്റ്റോട് ട്വിസ്റ്റാണോ വരാൻ പോകുന്നത്? അതെ, മാറി പറയാനുള്ള എല്ലാ സാധ്യതകളുമാണ് നിലനിൽക്കുന്നത്. കാരണം ഇനി പേരൂർക്കട അമ്പലമുക്ക് അടക്കമുള്ള സ്ഥലങ്ങളാണ് ഇനി എണ്ണാനുള്ളത്. അവിടെ UDFന്റെ പ്രത്യേകിച്ച് കെ മുരളീധരന് സ്വാധീനമുള്ള ചില സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഈ ലീഡ് നില, ഇപ്പോൾ പ്രശാന്ത് തിരിച്ചു പിടിച്ചിരിക്കുന്ന ഈ ലീഡ് നിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അതിനുശേഷം ഒരു രണ്ട് റൗണ്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും LDFന്റെ മേഖലയിലേക്ക് എത്തിപ്പെടും. അത് കവടിയാർ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുമ്പോൾ വീണ്ടും LDFന് അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരും. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം, തിരുവനന്തപുരത്ത് ഏറ്റവും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായിട്ട് വേണം നമുക്ക് വട്ടിയൂർക്കാവിനെ ഇപ്പോൾ കാണാൻ. നിഷാദ്, ശരി, തമിഴ്നാട്ടിലേക്ക് തമിഴ്നാട്ടിൽ സ്റ്റാലിന് കൊളത്തൂരിൽ പിന്നിലാണ് 7323 വോട്ടിന് പുറകിൽ. ചെപ്പോക്കിലും പിന്നിലാണ്. വിജയ് 12353 വോട്ടിന് മുന്നിലാണ്. 2 അത് തൃച്ചിയിലും പെരുമ്പതൂരിലും അദ്ദേഹം മുന്നിലാണ്. അതേസമയം എടപ്പാടി പളനിസ്വാമി 23837 വോട്ടിന് മുന്നിലാണ്. മമത 25944 വോട്ടിന് മുന്നിലാണ്. TVK 109 സീറ്റിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. സ്റ്റാലിൻ തോറ്റുപോകും 2 സീറ്റിൽ. പക്ഷേ എന്താണ് സംഭവിക്കുന്നത് തമിഴ്നാട്ടിൽ? അറിയില്ല, ഒന്നും അറിയില്ല. ഇത്രയും വലിയ ഒരു ആന്റി സംഘ നിലപാട് സ്വീകരിച്ച ഒരു മുഖ്യമന്ത്രി തമിഴ്നാട് പോലെ ഒരു സംസ്ഥാനത്ത് പരാജയപ്പെട്ട് പോവുക എന്ന് വെച്ചാൽ എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. 7323 വോട്ട്. ഈ 12 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ എവിടെ തിരിച്ചു വരാനാണ്? ഒരു സാധ്യതയും കാണുന്നില്ല. തമിഴ്നാട്ടിലേക്ക് നമുക്കൊന്ന് പോവേണ്ടതാണ്. എനിക്ക് തോന്നുന്നു തമിഴ്നാട് ബീറ്റ് നോക്കുന്ന റിപ്പോർട്ടറെ നമുക്ക് കിട്ടണം, എന്നാലേ സംസാരിക്കാൻ പറ്റുള്ള ആ വിഷയം. അതേസമയം നമ്മൾ വീണ്ടും നോക്കുന്നത് ഈ 2 NDA സീറ്റുകളും ഇനി വരാൻ സാധ്യതയുള്ളൊരു NDA സീറ്റും ഉണ്ട്. അതായത് തിരുവനന്തപുരം സെൻട്രൽ അപ്രതീക്ഷിതമായിട്ട് BJP ഒരു വരാൻ സാധ്യതയുള്ള സ്ഥലമാണ്. സേഫ് പോയോ? തിരുവനന്തപുരം സെൻട്രലിൽ CP ജോണിൻ്റെ ഭൂരിപക്ഷം എത്രയാണെന്ന് നോക്കണം. തൊട്ട് പിന്നിലുള്ളത് BJP ആണ്. ഇനി എണ്ണാനുള്ളതും അവർ വിജിനെ കിട്ടിയാൽ മതി. ജസ്റ്റ് വിജിനെയാണ് വേണ്ടത്. വിജിനോടാണ് ചോദിക്കേണ്ടത്. തിരുവനന്തപുരം സെൻട്രലിൽ BJPക്ക് സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ട് ബാക്കി കിടക്കുന്നുണ്ട് അവിടെ. സോ BJP 2 ഒതുങ്ങുമെന്ന് തോന്നുന്നില്ല. എല്ലായിടത്തും കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രവർത്തകർ ആഹ്ലാദിക്കുകയാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ 55 വോട്ടുകൾക്ക് NDA മുന്നേറുകയാണ്. അപ്പോൾ 3 സീറ്റിലേക്ക് കൂടി അവരുടെ വർദ്ധിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം സംഭവിച്ചു. തിരുവനന്തപുരം സെൻട്രലിൽ വീണ്ടും NDA വന്നു. ഇനി എണ്ണാനുള്ള NDAയുടെ ഏരിയയാണ്. വിജിൻ തിരുവനന്തപുരം സെൻട്രലിൽ 55 വോട്ടിന് NDA ലീഡ് എന്ന് വെച്ചാൽ ഇനി എണ്ണാനുള്ളത് അവരുടെ മേഖലയല്ലേ? നിഷാദ്, 55 വോട്ടുകൾക്ക് ലീഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ശക്തമായ മത്സരത്തിലൂടെ ലീഡ് എടുക്കുക എന്ന് തന്നെ പറയണം. പക്ഷേ വോട്ടെണ്ണാനുള്ള അവസാന മേഖലകൾ അതാണ് CP ജോണിന് കുറച്ചുകൂടി ഇപ്പോഴും പ്രത്യാശ നൽകുന്ന കാര്യം എന്ന് പറയുന്നത്. കോസ്റ്റൽ മേഖലകളാണ്. ആ കോസ്റ്റൽ മേഖലകളിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും UDFന് അനുകൂലമായ വോട്ടുകൾ ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെയെങ്കിൽ UDFന് വീണ്ടും ഒരു തിരിച്ചുവരവുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഘട്ടത്തിൽ അത് സിറ്റി കേന്ദ്രീകൃതമായ മേഖലകളിൽ നടന്ന വോട്ടെണ്ണലിൽ അവിടെയുള്ളത് ഇപ്പോൾ 55 വോട്ടിന്റെ ലീഡാണ് BJPക്ക് ലഭിച്ചിരിക്കുന്നത്. അത് ശക്തമായ BJPയുടെ തിരിച്ചുവരവ് തന്നെയാണ്. ഒരുപക്ഷെ മറ്റേതെങ്കിലും തരത്തിൽ കൂടുതൽ ലീഡ് BJPക്ക് ഉയർത്താൻ കഴിഞ്ഞാൽ കോസ്റ്റൽ മേഖലകളിലെ മാത്രം വോട്ട് കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരം സെൻട്രലും BJPയുടെ ഒരു പ്രധാന മണ്ഡലമായി, ആകാംക്ഷയോടെ വെച്ചുനോക്കുന്ന മണ്ഡലമായി, അവസാന നിമിഷത്തിൽ ഫോട്ടോ ഫിനിഷിലേക്ക് പോകുന്ന മണ്ഡലമായി മാറാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്.